ഗ്ലാമറസ് ഇതിലേക്കൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പോർട്ട്ഫോളിയോ ചെയ്തത്. സെർവൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെർവൻറ്റിൻ്റെതായ ഒരു ആ ഒരു ഇതിലേക്ക് മാത്രം അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിന് വേണ്ടി തന്നെ വിളിക്കാം. പിന്നെ ഒരിടയ്ക്ക് എനിക്ക് സിനിമയിൽ മൊത്തം സാരി ആ ഒരു വേഷം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും സെർവൻ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാരി അല്ലാതെ വേറൊരു വേഷത്തെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ലല്ലോ സെർവൻറ്റിനെ പറ്റിയിട്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അതിലും അരുൺ ചേട്ടനാണ് പറഞ്ഞത്, അരുൺകുമാർ അരവിന്ദ്. അരുൺ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ നീ ഒരു പോർട്ട്ഫോളിയോ പോലെ ഒരു ഇത് ചെയ്ത് നോക്ക്, അപ്പം നമുക്ക് ചിലപ്പോൾ അത് ഉപകരിച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പോർട്ട്ഫോളിയോ ചെയ്യുന്നത്. അർഷൽ പട്ടാമ്പിയാണ് ആദ്യം പോർട്ട്ഫോളിയോ എടുത്തത്, പിന്നെ അനീഷ് ഉപാസനെ എടുത്തു. 2 പോർട്ട്ഫോളിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അർഷലേട്ടൻ എടുത്ത പോർട്ട്ഫോളിയോ ആണ് നല്ല എക്സ്പോസ് ചെയ്തിട്ടൊക്കെ ചെയ്തതും ഒക്കെ. എനിക്കതിൽ വലിയ മടിയൊന്നും തോന്നിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇത് ഇത്രയും ആൾക്കാർ ഇത് വലിയ കോലാഹലമാക്കുമെന്ന് ഞാനൊട്ടും വിചാരിച്ചില്ല. ഞാനത് ചെയ്തു, എൻ്റെ ഒരു വർക്ക് ചെയ്യും പോലെ തന്നെ ഞാനത് ചെയ്തു. എന്താ ഈ എക്സ്പോസ് ചെയ്തതിനെ പറ്റിയിട്ട് ആൾക്കാരെ ഒട്ടും വിചാരിച്ചില്ല ഞാനിങ്ങനെ എക്സ്പോസ് ചെയ്തത് ഇത്രയ്ക്ക് പെട്ടെന്നൊരു മേക്ക് ഓവർ എന്നുള്ളൊരു നിലയിൽ വരുമോ എന്നുള്ള ഒരു ഇത് വന്നായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറ്റിയതെന്ന് വെച്ചാൽ എന്നിൽ നിന്ന് ആൾക്കാർ ഇത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രം ഒരു പെട്ടെന്നൊരു ഷോക്ക് പോലെ ഒരു ഇത് തോന്നിയായിരുന്നു. അതിൻ്റെയാണെന്ന് തോന്നണു. അല്ലാതെ എനിക്കത് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല, ചെയ്യണ്ടായിരുന്നു തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം, അങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഒരിക്കലും ഇങ്ങനെ ഒരു എക്സ്പോസ് ചെയ്തിട്ടുള്ളൊരു ഇത് എടുത്തത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്കൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പല വെബ്സൈറ്റുകാരും ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ എന്ത് കാര്യത്തിലും നെറ്റിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ വന്നാലും അത് ഇപ്പോൾ ഹോട്ട് പിക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആണെങ്കിലും വെറുതെ സെറ്റ് മുണ്ട് കൊടുത്ത് നിന്നാലും ഹോട്ട് പിക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇത് നമ്പർ 1 ആയി എൻ്റെ ഈ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോ. എന്നിട്ട് പലരും എനിക്ക് അതിൻ്റെ അകത്ത് കമൻറ്റ്, മോശപ്പെട്ട കുറേ കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഇതാണ്, അയ്യോ ഭയങ്കര ബോഡിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലൊരു അംഗീകാരമാണ്. ആരും മോശം പറഞ്ഞില്ല, അയ്യോ ഇതെന്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ അകത്തൊരു വിഷമം തോന്നിയെന്ന് വെച്ചാൽ കുറച്ച് പേര് അതിൽ എഴുതി വിട്ടു ഞാൻ കോടിക്കണക്കിന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇതിന് പോയി പോസ് ചെയ്ത് നിന്നത് എന്നുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം കോടിക്കണക്കിന് പൈസ കിട്ടിയാൽ അന്ന് അങ്ങനെ ചെയ്തേക്കാം, കോടിക്കണക്കിന് കിട്ടുമല്ലോ എന്ന് ഞാനും എൻ്റെ വീട്ടുകാരും ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം, ഇന്ന് വരെ ഞാൻ വർക്ക് ചെയ്തതിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ, കൃഷ്ണയെ കൊണ്ട് ഒരിക്കലും നമുക്ക് സെറ്റിൽ പൈസ പോരായിരുന്നു എന്നോ അല്ലെങ്കിൽ പ്രോഗ്രാംസിൻ്റെ ഇതിനാണെങ്കിലും എനിക്ക് പൈസ കിട്ടിയില്ല, ഇത് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര തലവേദനയാണെന്നോ അങ്ങനെയുള്ള ഒരു തലവേദന ഞാൻ ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല, ദൈവം സഹായിച്ച്. അപ്പോൾ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇത്രയും പൈസയ്ക്ക് വേണ്ടിയിട്ട് പോയി ഇങ്ങനെ നിന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടുകാരാണെങ്കിലും അങ്ങനെ ഒരിക്കലും സമ്മതിക്കില്ല. സങ്കടപ്പെട്ടൊരു കാര്യമല്ല, നമ്മൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യണമല്ലോ. പക്ഷേ ഞാൻ പിന്നെ അത് കുറേ ബാഡ് കമൻസ് ഉള്ള ഇതെല്ലാം ചെന്നിട്ട് ഞാൻ പിന്നെ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇപ്പം ആ ബ്ലോഗേ ഇല്ല, അതെടുത്ത് മാറ്റി. അപ്പോൾ അതൊരു എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയുള്ളതിന്, അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു പശ്ചാത്താപമൊന്നും തോന്നിയിട്ടില്ല. എന്താ മാഷേ ഫോൺ എടുക്കാൻ ഇത്ര താമസം? സിദ്ധു കുളിക്കാണ്. അയ്യോ സോറി, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ അവന്റെ ചേച്ചിയാ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ദിവ്യ, ഒരു ഫ്രണ്ട്. ഒരു മിനിറ്റ്. ഫ്രണ്ടാന്ന് പറയുന്നു, ഒരു പെൺകുട്ടിയാ. ഹലോ, ഞാനാ. ഞാൻ കുളിക്കുകയായിരുന്നു. ചേച്ചിയാണോ എടുത്തേ? ചേച്ചിയാ, ഹോസ്പിറ്റൽ വർക്ക്. അങ്ങനെ ട്രാക്ക് മാറിയെന്ന് തീർത്തും പറയാൻ പറ്റില്ല. എനിക്ക് ഒരു നല്ല നടിയാവുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ചെറുതിലേ മുതലേ തന്നെ. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നില്ല. ഞാൻ മാത്രമല്ല, ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നതായിരിക്കും പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നോക്കി ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതലും ആദ്യകാലങ്ങളിൽ എന്നെ കൂടുതലും തേടി വന്നിരുന്നത് കോമഡി കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ
പിന്നീട് ഒരു ചേഞ്ച് വന്ന് സത്യൻ സാറിന്റെ പടത്തിലാണ്, ഇന്ത്യൻ പ്രണയതയിലാണ് തീർത്തും വ്യത്യസ്തമായിട്ട് കോമഡി ഒന്നും കൈകാര്യം ചെയ്യാതെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, സുധ എന്ന് പറയുന്ന ക്യാരക്ടർ അതിൽ വന്നത്. അപ്പോൾ സത്യൻ സാർ അതിന് വില്ലിങ് ആയിരുന്നു. എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ പുള്ളി വില്ലിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇനിയും പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ തന്നെയാണ് എനിക്കിപ്പോഴും താല്പര്യം. പെട്ടെന്ന് ട്രാക്ക് മാറിയെന്ന് തീർത്തും പറയാൻ പറ്റില്ല. ഏതാടാ ഫ്രണ്ട്? അതൊരു നല്ല പുളിങ്കൊമ്പാ. പുളിങ്കൊമ്പോ? ഈ രാഷ്ട്രീയം എന്ന് വെച്ചാ ഒരു ട്രിപ്പീസ് കളിയല്ലയോ. ജീവിതം സേഫ് ആക്കാൻ പുളിങ്കൊമ്പിൽ പിടിക്കണം. പിടിച്ചു. നീയൊക്കെ പ്രേമിക്കുന്ന പോലും തലച്ചോറ് കൊണ്ടാണല്ലോ. അത് ശരിയാ, ഞാൻ ഇച്ചിരി പ്രാക്ടിക്കലാ. ഹൃദയം കൊണ്ട് പ്രേമിച്ച ഒരാൾ രക്തസാക്ഷി എന്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. പോടാ. VKP എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ഗുലുമാലിൽ ഞാൻ ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ട്രിവാൻഡ്രം ലോഡ്ജിലേക്ക് എന്തോ ആ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ അനുപേട്ടനും VKP ആണ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഞാൻ വന്നു. അത് ചെയ്യാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവരെല്ലാവരും, ഞങ്ങളിങ്ങനെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും VKP കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓ വാ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ തന്നെ നമ്മളെ ഒരാൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളിലുള്ള കഴിവുകൾ കൂടുതൽ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് ചെയ്തു. എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെയുള്ളൊരു സിനിമയിൽ ഇപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയും, അത് ട്രിവാൻഡ്രം ലോഡ്ജിൽ ആ ഡയലോഗ് പറഞ്ഞു, അയ്യോ സൂപ്പറായിരുന്നു കേട്ടോ. കാര്യം ശരിക്കും പറഞ്ഞാൽ അതൊരു വൾഗറായിട്ടുള്ള ഒരു ഡയലോഗ് തന്നെയാണ് ശരിക്കും നമ്മളൊരു സൈഡ് നോക്കുകയാണെങ്കിൽ. പക്ഷെ അതിലും ഒരു കോമഡി വരുത്താൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ മാത്രം കഴിവല്ല. ആ ഒരു ഫുൾ ടീം, പ്രത്യേകിച്ച് അനുപേട്ടൻ, ജയൻചേട്ടൻ, VKP അവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചത്. ഓ, ഞാനൊക്കെ എന്തിനായിട്ടാ രാവിലെ എണീറ്റ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടണത്? നീ പോടെ, ഇതിനെ കൊണ്ട് ആക്കിയിട്ട് വരാം. ആ പെഗ്ഗാൻ്റെ എണീറ്റ് വന്നോ. വാ. 3-4 വർഷത്തിന് മുമ്പ് ഞാൻ കുറച്ച് പടങ്ങളിൽ സെർവൻറ്റിൻ്റെ ക്യാരക്ടർ ചെയ്തിരുന്നു. ഈ നത്തോലി പോലെയുള്ള സിനിമയിലൊക്കെ നത്തോലി ഒരു ചെറിയ മീനല്ല. പിന്നെ ഈ അടുത്ത കാലത്ത് അതിൽ ഞാനൊരു ഒരു ഹോം മെയ്ഡിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ 1-2 സിനിമകളിൽ ഞാനൊരു സെർവൻറ്റിൻ്റെതായ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1-2 സിനിമകളിൽ. പിന്നീട് സെർവൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു ചാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ലിസ്റ്റ് എടുക്കും തോന്നുന്നു, ആരൊക്കെയാണ് ഇതിനു മുമ്പ് ഇന്ന സിനിമകളിൽ സെർവൻ്റായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കും തോന്നുന്നു. എന്നിട്ട് അതിൽ നിന്നാണെന്ന് തോന്നുന്നു നമ്മളെ ഒരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ഒരു സെർവൻറ്റിൻ്റെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ അതും നീക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാരക്ടർ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞപ്പോൾ ഒരു കോൾ ഗേളിൻ്റെ പോലത്തെ ക്യാരക്ടേഴ്സിൽ വിളിച്ചു തുടങ്ങി. അപ്പോൾ ഈ പോളിടെക്നിക്കിൽ അത് ഞാൻ മാക്സിമം അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് എടുക്കണോ വേണ്ടയോ എന്ന്. പിന്നെ പത്മകുമാർ സാറാണെങ്കിലും അതിൻ്റെ റൈറ്റർ നിഷാദേണ്ണാണെങ്കിലും ഒക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല, ഞങ്ങൾ വൾഗറായിട്ടുള്ള ഒരു സീനോ ഒന്നും ഉണ്ടാവുന്നില്ല, നിങ്ങൾക്ക് മാക്സിമം കയ്യടി ഈ സീനിൽ കിട്ടത്തുള്ളൂ എന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് പോളിടെക്നിക്കിൻ്റെ ഇത് ചെയ്തത്. അങ്ങനെ 1-2 പടത്തിന്, ഇപ്പം ഈ അടുത്തും കൂടെ എന്നെ ഒരു പടത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യാരക്ടറാണ്, പക്ഷെ അവരൊരു കോൾ ഗേൾ ആയിട്ടുള്ളവർ. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ 1-2 ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരുമ്പോൾ അതിലൊരു ടെൻഷനുണ്ട്. അത് സ്വാഭാവികമായിട്ടും എല്ലാ ആർട്ടിസ്റ്റുകളും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോവുമോ എന്നുള്ളൊരു പേടി. ഇല്ല, ഇപ്പൊ ഞാൻ ക്യാബിന് പുറത്താടാ. അപ്പുറത്തെ വീട്ടിൽ ഇതൊരാള് വന്നില്ലേ? ഇല്ല, ഏതോ ബ്രോക്കറെ ഏൽപ്പിച്ചിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യം കൊണ്ട് കാണിക്കുന്നുണ്ട്. മാമ പ്ലീസ് കം ഫാസ്റ്റ്. സംസാരിച്ചിന്ന് ലേറ്റ് ആവരുത്, എനിക്ക് മാച്ചിന് മുമ്പ് വാമപ്പ് ചെയ്യാനുള്ളതാ. ഓക്കെ. നോക്കിയും കണ്ടുമൊക്കെ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് കുറച്ച് കാശുണ്ടാക്കാം. ഒരു പണിയില്ല, കുറച്ച് നാക്ക് വളയ്ക്കണം, അത്രേ ഉള്ളൂ. സ്വാമി പറഞ്ഞിട്ടാണ് ഞാൻ കൂടെ നിർത്തിയത്. കണ്ടു പഠിച്ചോണം. ഈ വരുന്നത് ഇപ്പം കെട്ടിയ 2 പിള്ളേരാ. ഓരോരുത്തടത്തും സംസാരിക്കുന്നതിനൊരു നേക്കുണ്ട്. കണ്ടു പഠിച്ചാൽ നിനക്ക് 2 ഇന്ത്യൻ റുപ്പി ഉണ്ടാക്കാം.
ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലുള്ള ഒരാളെന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട് കേട്ടോ. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോൾ അനൂപേട്ടനാണെങ്കിലും അരുൺ ചേട്ടനാണെങ്കിലും VKP അവരെല്ലാവരും ഒരു ന്യൂ ട്രെൻഡ് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമല്ല, കാരണം മാറ്റത്തിനൊപ്പം നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ഗ്യാങ്ങിലുള്ള ആളാണെന്ന് ഒരു പേര് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാനിപ്പോൾ കടൽ കടന്നൊരു മാത്തുക്കുട്ടി രഞ്ജി സാറിൻ്റെ പടത്തിൽ ചെയ്തു, പിന്നെ ഇന്ത്യൻ പ്രണയതയാണെങ്കിലും സത്യൻ സാറിൻ്റെ പടത്തിൽ ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നോക്കുന്നത് ന്യൂ ട്രെൻഡിലുള്ളവരുടെ കൂട്ടത്തിലും ചെയ്യാൻ പറ്റി, ഇപ്പോൾ നമ്മളോടൊപ്പം കഴിവ് തെളിയിച്ച സംവിധായകരോടൊപ്പം ചെയ്യാൻ പറ്റി, മാറി മാറി ചെയ്യാൻ പറ്റുന്നുണ്ട്. പല തരത്തിലുള്ള സെറ്റുകളിൽ പോയി എനിക്ക് പല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുകയാണ്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഷിബ് ചേട്ടാ. പിന്നെ പേടിപ്പിക്കാതെ 5:30 അലറി ഇപ്പൊ അടിച്ചത്. ഇവിടെ പാതി പേര് എണീറ്റ് കാണും. എടി നീ 4 മണിയുടെ അലർം വെച്ചിട്ട് എണീറ്റ് പോകുന്നു പറഞ്ഞിട്ട് ക്ഷീണിച്ചു പോയി. എന്തായിരുന്നു ഇന്നലെ? ചുമ്മാ കിന്നാരം പറയാണ്ട് എണീക്കടി. റെഡി സാർ. ഇതെന്തോ കിടക്കുന്നേ? ഇതാരാ? നീ ഒന്ന് ഇറങ്ങ്. ഇതാരാന്ന്? അത് കുഴപ്പമില്ല, ഒരു ബോധം പോക്കണില്ലാത്ത ഐറ്റാ. ട്രിവാൻഡ്രം ലോഡ്ജിലെ പോലത്തെ ക്യാരക്ടറൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പേടി, എനിക്കങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പോൾ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അത് എത്രത്തോളം നന്നാവും, ഞാനത് ചെയ്ത് എങ്ങനെ നന്നാക്കും എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടാവാറുള്ളൂ. പിന്നെ സ്ത്രീകൾ എങ്ങനെ പിന്നീട് നമ്മളെ പുറത്ത് വെച്ച് കാണുമ്പോൾ എന്തു പറയും, അങ്ങനെയുള്ള വലിയ ടെൻഷനില്ല. കാരണം നമ്മൾ അഭിനയിക്കല്ലേ, ഇത് സിനിമയല്ലേ, ഇത് എൻ്റെ ജോലിയാണല്ലോ. പിന്നെ എനിക്ക് എൻ്റെ ഒരു ടെൻഷൻ എന്നുള്ളത് സിനിമയിൽ പൊതുവേ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ പോളിടെക്നിക്കിൽ എൻ്റെ ക്യാരക്ടർ തീർത്തും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മളെ സിനിമയിൽ വിളിക്കുമ്പോൾ ആ തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ടാഗ് ചെയ്യപ്പെടുന്ന പോലെ ഞാൻ പല ആർട്ടിസ്റ്റുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ടൈപ്പ് തരം ക്യാരക്ടേഴ്സ് ചെയ്യാതെ പല പല ക്യാരക്ടേഴ്സ് ചെയ്യണം. അതിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ തുടർച്ചയായിട്ടും വരുമോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഓഡിയൻസ് എന്ത് നമ്മുടെ അടുത്ത് പറയും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അത്ര വലിയ പേടിയില്ല. നമ്മൾ അഭിനയിക്കല്ലേ. വീട്ടിൽ എൻ്റെ ഇഷ്ടം അത്രേ ഉള്ളൂ. അവരങ്ങനെ കൂടുതലങ്ങനെ ഒരു കാര്യത്തിന് അത് ചെയ്യണ്ട അല്ലെങ്കിൽ എന്തിനു ചെയ്തു അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഈ പോർട്ട്ഫോളിയോ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു, ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്കെ, ജോലിക്ക് ഇതാണ് ആവശ്യമെങ്കിൽ അത് ചെയ്തോളൂ എന്നുള്ള രീതിയിലുള്ള സംസാരമേ ഉള്ളൂ. അല്ലാതെ ആൾക്കാരെന്ത് പറയും എന്നുള്ള ചിന്ത ഒരിക്കലും വീട്ടുകാർക്കില്ല. അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, പ്രത്യേകിച്ച് അമ്മ അങ്ങനെ അമ്മയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീണാലും വീഴട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവർക്കും അങ്ങനെ വലിയ എന്ത് വഴക്ക് പറയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവരുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. എന്ത് നല്ല കാര്യം ചെയ്താലും എല്ലാത്തിനും എതിർക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പം അതേസമയത്ത് നല്ലത് പറയാനാണ് ആൾക്കാർക്ക് കൊണ്ട് മടി. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, എന്തെങ്കിലും നല്ലത് കണ്ടു എന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് മടിയാണ്. അതേസമയത്ത് നമ്മളെന്തെങ്കിലും ചീത്ത കാണിച്ചാൽ അത് കണ്ടിരുന്നു കേട്ടോ, അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ആൾക്കാർ ചോദിക്കുള്ളൂ. ഇതിപ്പോൾ വലിയ വലിയ ഡാൻസേഴ്സൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചൊരു ഗ്യാങ് മാറിയിരുന്നിട്ട് അവർ മുദ്ര പിടിച്ച് ശരിയായില്ല, അവരല്ലെങ്കിൽ അടവ് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഞങ്ങൾ ഒരിക്കലും റോങ് ആയിട്ടുള്ള വേയിലല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ എല്ലാം കറക്റ്റായിട്ടുള്ള ഇതിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തി. ഞങ്ങളിപ്പോൾ വിനീതേട്ടനെ പോലുള്ള വലിയ വലിയ ഡാൻസേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ വിനീതേട്ടൻ അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ വലിയൊരു തെറ്റൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂഷൻ എടുത്ത് ചെയ്യുന്നതിൽ ഇപ്പോൾ പക്ക ക്ലാസിക്കൽ ചെയ്യുന്നവർക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഫ്യൂഷൻ എത്രത്തോളം നിലനിൽക്കും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണ
ഇരുന്നാലും കാണാമറയത്ത് ഒളിച്ചാ